ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഹാപ്പിനെസ് ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ്, എന്തിനാണ്? എമർജൻസി ഫണ്ടിന് നമ്മുടെ ലൈഫിലേക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് എമർജൻസി ഫണ്ട്? എന്തിനാണ് എമർജൻസി ഫണ്ട്? എങ്ങനെ നമുക്ക് ഈ ഒരു ഫണ്ട് കരുതി വെക്കാം? ആർ യു റിയലി സെക്യൂർഡ് ഇൻ ദാറ്റ്? ആണോ? ഫിനാൻഷ്യലി ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈവൻ ഞാനാണേലും നിങ്ങളാണേലും ഈ വീഡിയോ കാണുന്ന ആരാണേലും ചിന്തിക്കുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് അവർ ലൈഫാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഹാപ്പിനെസ് ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ്, എന്തിനാണ്? നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയണമെങ്കിൽ ഓഫ്കോഴ്സ് നമ്മുടെ കയ്യിൽ പൈസ വേണം. സോ പൈസ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുവിധം നമ്മുടെ ലൈഫിൽ ഹാപ്പിയാണ്, സന്തോഷത്തോടെയും സമാധാനത്തോടെ ആയിരിക്കും ഒരുവിധം കഴിയുന്നത്. എല്ലാ രീതിയിലും അല്ല, പക്ഷെ നമ്മൾ ഒരു 45-50% മേ ബി നമ്മൾ ഹാപ്പി ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും അങ്ങനെ ആണോ? ഈവൻ നമുക്ക് മന്ത്ലി ഒരു ഇൻകം ഉണ്ടെങ്കിൽ പോലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മന്ത്ലി ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ വീഡിയോ കാണുന്ന ഒരു 60-70% ആളുകൾക്ക് മന്ത്ലി ഒരു ഇൻകം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഹാപ്പിനെസ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ആ ഒരു ഫ്രീഡം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഐ വാസ് തിങ്കിങ് വാട്ട് കൈൻഡ് ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ എന്ത് തരം ഒരു കണ്ടന്റ് ഇന്ന് കൊടുക്കാം എന്ന് ചിന്തിച്ചപ്പോൾ ഫസ്റ്റ് ഐ തോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സ്, ഇതിനൊക്കെ കുറിച്ച് ഞാൻ ആദ്യം ചിന്തിച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായി ആക്ച്വലി നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ, സേവ് ചെയ്യുക, ഇതൊക്കെ ഇതൊരു വൺ ഓഫ് അവർ പ്രയോറിറ്റി ആണ്. പക്ഷെ ഇതിനൊക്കെ മുന്നേ നമുക്ക് വേണ്ടൊരു കാര്യം, ഒരു അർജൻറ്റ് സിറ്റുവേഷൻ വന്നാൽ വേറൊരാളോട് ചോദിക്കാതെ, കടം ചോദിക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഓവർകം ചെയ്യാം, അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് ഗ്രേറ്റ്. സോ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ ആരും അത് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആക്കാത്തൊരു കാര്യവുമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു വൺ ഓഫ് ദ ഫാക്ടർ, ഞാൻ പറഞ്ഞില്ല വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് അവർ ലൈഫ്, ഫിനാൻഷ്യൽ ഹാപ്പിനെസ്, ഇതിനെ ഒരു 30-40% നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല, കുറച്ചൊരു ബേസിക് നോളജ് മാത്രം നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡെഫിനറ്റ്ലി വരും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഫിനാൻഷ്യൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു സമാധാനകരമായ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻ്റ് ഒക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി വരുന്ന ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ എമർജൻസി ഫണ്ട് എന്നുള്ളത്. ആക്ച്വലി നമ്മളാരും പക്ഷേ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എമർജൻസി ഫണ്ടിന് നമ്മുടെ ലൈഫിലേക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് എമർജൻസി ഫണ്ട്? എന്തിനാണ് എമർജൻസി ഫണ്ട്? എങ്ങനെ നമുക്ക് ഈ ഒരു ഫണ്ട് കരുതി വെക്കാം? അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഈ 3 കാര്യങ്ങളെക്കുറിച്ച് എത്തിക്കണം, സംസാരിക്കണം എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം. എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേര് തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു അർജൻറ്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഫണ്ട്, അതാണ് ഈ എമർജൻസി ഫണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ എമർജൻസി ഫണ്ട് എമർജൻസി ഫണ്ട് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു എമർജൻസി ഫണ്ടിന് നമ്മുടെ ലൈഫിലുള്ളൊരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് അതും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചിന്തിക്കുകയാണ് എമർജൻസി ഫണ്ട്, നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ മൂന്നാമതൊരാൾ അല്ലെങ്കിൽ വേറൊരാളോട് പോയി ചോദിച്ച് ആ ഒരു കാര്യം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് പലർക്കും പല തവണ വന്നിട്ടുണ്ടായിരിക്കും.
ഇതെന്തുകൊണ്ടാണ്? ഈവൻ നമുക്ക് മന്ത്ലി ഒരു ഇൻകം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് ഒന്നാമത്തെ കാര്യം നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ല, നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു കാര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ജോലി ഇല്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയാം. അപ്പോൾ അവരുടെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് വേറൊരാളോട് ചോദിക്കാം. പക്ഷേ ഈ മാസം വരുമാനമുള്ള ഒരു വ്യക്തി, അത് ഞാനോ നിങ്ങളോ ആയിക്കൊണ്ടോട്ടെ, നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നിറവേറ്റണമെങ്കിൽ നമുക്ക് കടം ചോദിച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഈ എമർജൻസി ഫണ്ട് നമ്മുടെ ലൈഫിൽ തരുന്നൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു ജോലിയുണ്ട്. പക്ഷേ ഈ ഒരു ജോലി നമുക്ക് ശരിക്കും നമ്മൾ ശരിക്കും സെക്യൂർഡ് ആണോ ഈ ജോലിയിൽ? പ്രൈവറ്റ് കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ആർ യു റിയലി സെക്യൂർഡ് ഇൻ ദാറ്റ്? ഈവൻ ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും പോലും നമുക്ക് നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെടാനുള്ള സിറ്റുവേഷനാണ്. പക്ഷെ നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾക്ക് വരുന്ന പൈസ നമ്മൾ എടുക്കുന്നു, ചിലവാക്കുന്നു, പിന്നെയും വരുന്നു, പിന്നെയും ചിലവാക്കുന്നു, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജോലി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ഏർണിങ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മന്ത്ലി നമുക്കൊരു ഇത്രയും എക്സ്പെൻസ് മീറ്റ് ചെയ്യണം. നമുക്ക് നാളെ ഒരു ജോലി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പം ഇവിടെയാണ് ഈ ഒരു എമർജൻസി ഫണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ എമർജൻസി ഫണ്ട് എങ്ങനെ കരുതണം പറഞ്ഞുതരാം. അതിനാദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയാണെന്ന് മനസ്സിലാക്കണം. അതിൽ നിങ്ങളുടെ റെൻറ്റ്, യൂട്ടിലിറ്റി ബിൽ, ലൈക്ക് ഇലക്ട്രിസിറ്റി എല്ലാം, വാട്ടർ ബിൽ, ഈവൻ ലോണിൻ്റെ EMI ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ആ ഒരു എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാസം വരുന്ന എക്സ്പെൻസ് എത്രയാണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു 6 ഇരട്ടിയെങ്കിലും നിങ്ങൾക്ക് എമർജൻസി ഫണ്ടിൽ നിങ്ങൾ കരുതി വെക്കണം. പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് 20,000 രൂപയാണ് മന്ത്ലി നിങ്ങൾക്കൊരു എക്സ്പെൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 20,000 രൂപയാണെങ്കിൽ അതിൻ്റെ 6 ഇരട്ടി, ആ എമൗണ്ടിൻ്റെ 6 ഇരട്ടി എന്ന് പറയുമ്പോൾ 1,20,000 രൂപയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ ഉണ്ടാകണം. ഇങ്ങനെ ഈ ഒരു എമർജൻസി ഫണ്ടിൽ ഇത്രയും തുക ഉണ്ടാവുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു പ്രയോജനം എന്താണ്, ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിച്ചു, നിങ്ങൾക്ക് ആ ഒരു വരുമാനം, ഏത് വരുമാനം ആയിക്കൊണ്ടില്ല, ആ ഒരു വരുമാനം നിന്നു, ഇങ്ങനെ നിങ്ങളുടെ ഇൻകം അല്ലെങ്കിൽ നിങ്ങളുടെ ഏർണിങ്സ് നിന്നു എന്നുള്ളൊരു റീസൺ കൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്ലി വരുന്ന എക്സ്പെൻസ് പേ ചെയ്യാതിരിക്കാൻ പറ്റുമോ? റെന്റോ, ഇലക്ട്രിസിറ്റി ബില്ലോ, ലോണിന്റെ EMI ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് ഈ എമർജൻസി ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എമർജൻസി ഫണ്ടായിട്ട് കുറച്ച് എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോർ 6 months എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് കൊണ്ട് നിങ്ങളുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ ജോലി, അല്ലാതെ ബിസിനസ് ആണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ കിട്ടും. ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഫിനാൻഷ്യൽ വെൽത്ത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് വേണമെങ്കിൽ ചെയ്യേണ്ടതായ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാത്തൊരു ലൈഫായിരിക്കണം ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. സോ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ കണ്ടതിന് ശേഷമോ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് നിങ്ങൾ ഇതിനു വേണ്ടി എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഏർണിങ്സിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്നത് അത് ഡെഫിനറ്റ്ലി ചെയ്തോളാം. So I hope this video is really useful for you. If you like this video, please do share and subscribe our channel. Thank you.